ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു മെയിൻ്റനൻസ് വീഡിയോ ആണേ. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിന്നത് ആ കംപ്ലയിൻറ്റ് പരിഹരിക്കാനായിട്ട് പോവാം. എന്താണെന്നല്ലേ കംപ്ലയിൻറ്റ് കാണിച്ചു തരാം. കണ്ടോ, ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഹോണോ അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററോ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും വണ്ടിയിൽ പ്രവർത്തിക്കുന്നില്ല. ആകെ ഭാഗ്യത്തിന് സെൽഫ് മാത്രമുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാം. ആദ്യമേ ഇതിൻ്റെ ലൈറ്റ് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങി, ഹെഡ്ലൈറ്റ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ ഓരോന്നോരോന്നിട്ട് പോയി. അവസാനം മീറ്ററും എല്ലാം പോയി. ഇപ്പം ഞാൻ വർഷോപ്പ് വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് വയറിങ്ങിൻ്റെ എന്തോ പ്രശ്നമെന്നാണ്, ലൂസ് കണക്ഷനാണ്. നമുക്കവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്നലെ ഞായറാഴ്ച എന്നൊരു വർഷോപ്പില്ല, അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുപോകാം. എന്താ പ്രശ്നം നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഇപ്പം വണ്ടി വാമായിരിക്കുകയാണ്. നമുക്ക് നേരെ വർഷോപ്പിലോട്ട് പോകാം. അപ്പം വർഷോപ്പിൽ കാണാം. ഇതുണ്ടോ, ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ സാധനം തന്നെത്താനെ ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത് എൻ്റെ മീറ്ററോടെ അടിച്ചു പോകാനുള്ളൂ. മീറ്റർ അടിച്ചു പോകുന്നതിനപ്പുറം നമുക്ക് വർഷോപ്പിൽ വന്ന് കാണിക്കാം. ഒന്നുമില്ല, ഇത് വെള്ളക്കളറൊക്കെ ആയിട്ട് കൃഷിയില്ല. കുഴി ഒഴിവാക്കാനായിട്ട് കയറ്റിയതാ. അത് അതിലും വലിയ കുഴിയായിപ്പോയി. അതിനെന്നറിയോ, പുറകെ ഇത്രയും വെയിറ്റുള്ള നീ ഇരുന്നിട്ടാ. സർവീസ് സെൻ്റർ ചെന്നപ്പോഴത്തേക്കും അവർ ആദ്യമേ നോക്കിയത് ഫ്യൂസിൻ്റെ പ്രശ്നമാണോ അറിയാനായിട്ട് ഫ്യൂസിൻ്റെ ബോക്സ് അഴിച്ച് നോക്കി. അപ്പോൾ ഫ്യൂസിൻ്റെ പ്രശ്നമല്ലെന്ന് എനിക്കറിയായിരുന്നു. കാരണം ഞാൻ നേരത്തെ ഫ്യൂസ് അഴിച്ചു നോക്കിയായിരുന്നു. ഫ്യൂസ് അഴിച്ചു നോക്കിയപ്പോഴത്തേക്കും ഒരു ഫ്യൂസ് ചെറുതായിട്ട് കരിഞ്ഞിരിപ്പടായിരുന്നു 15-ൻ്റെ. അല്ലാതെ ഫ്യൂസ് കത്തിപ്പോയിട്ടൊന്നുമില്ലായിരുന്നു. ഞാനത് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് അവർ അത് അറിയാനായിട്ട് ജസ്റ്റ് എന്താണെന്നറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കുവാണ്. അപ്പോൾ ഫ്യൂസ് അഴിച്ചു നോക്കിയപ്പോഴത്തേക്കും ഫ്യൂസ് പോയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്യൂസ് ചെറുതായിട്ട് കരിഞ്ഞിരിപ്പുണ്ട്, അതേ പ്രശ്നമുള്ളൂ. ഇരുപതിൻ്റെയാണ് സെൽഫിൻ്റെ ഫ്യൂസ്. 20-ൻ്റെയാണ് സെൽഫിൻ്റെ ഫ്യൂസ്. നമ്മൾ 2 ഫ്യൂസ് ഒരു ചെക്ക് ചെയ്തു. ഫ്യൂസ് ഒരു ചെക്ക് ചെയ്തപ്പം ഫ്യൂസിന് വലിയ കുഴപ്പമൊന്നുമില്ല. 15-ൻ്റെ ഫ്യൂസ് ചെറുതായിട്ട് കരിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പം ആ കരിഞ്ഞിരുന്ന ഫ്യൂസിൻ്റെ ജസ്റ്റ് ആ പുറകിലെ വയറിങ് നോക്കിയപ്പോഴത്തേക്കും അവിടുത്തെ ഒരു വയറൊരു ലൂസ് കണക്ഷനായി കിടക്കുക. അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നമെല്ലാം തീർന്നു. കാരണം ആ ഫ്യൂസിൻ്റെ അങ്ങോട്ട് വരുന്ന ആ കണക്ഷൻ അത് ലൂസായിരുന്നുകൊണ്ടാണ് നമുക്ക് മീറ്റർ അങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ആ പ്രശ്നമെല്ലാം മാറി, നമ്മളതെല്ലാം പരിഹരിച്ചു. നമ്മുടെ വണ്ടിയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇലക്ട്രിക്കലായിട്ടുള്ള എന്തെങ്കിലും തകരാറൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ആ ഫ്യൂസ് ബോക്സ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ സർവീസ് സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.